ഫയലിലേക്ക് സ്വാഗതം. ഒരു ക്യുക്ക് റിവിഷനാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. PSC പരീക്ഷകളിൽ തുടർച്ചയായിട്ട് ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഇതിനു മുമ്പ് പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? 2005 ഒക്ടോബർ 12 വിവരാവകാശ നിയമം നിലവിൽ വന്നത്. 2005 ഒക്ടോബർ 12. ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? ഇന്ത്യൻ ഫെഡറൽ സംവിധാനം ഏത് രാജ്യത്തിന്റെ മാതൃകയിലാണ്? കാനഡയുടേതാണ്. കാനഡ. ഫെഡറൽ സംവിധാനം കാനഡ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ? ദേശീയ വനിതാ കമ്മീഷൻ ആദ്യത്തെ ചെയർപേഴ്സൺ ജയന്തി പട്നായക് ആണ്. ജയന്തി പട്നായക്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആര് എന്ന് കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. നാഥുല ചുരം. ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം ഏതാണ്? ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണമാണ്. ശങ്കരാഭരണമാണ് ദേശീയ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗം. ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകും എന്ന് പറഞ്ഞത് ആര്? ശരിയായ വിദ്യാഭ്യാസം ലഭിക്കുമെങ്കിൽ ഇന്ത്യൻ ജനത എല്ലാവരുടെയും ആദരവിന് പാത്രമാകുമെന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ് ആണ്. മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യം ഏതാണ്? മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യം ട്രിറ്റിക്കലാണ്. ട്രിറ്റിക്കലാണ് മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമമായ ധാന്യം. 1857 വിപ്ലവത്തിൽ കാൺപൂരിൽ നേതൃത്വം നൽകിയത്? കാൺപൂരിൽ ആരാണ് നേതൃത്വം നൽകിയത്? നാനാ സാഹിബും താത്തിയ തോപ്പിയുമാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. നാനാ സാഹിബ്, താത്തിയ തോപ്പി. 1857 വിപ്ലവത്തില് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഫൈസാബാദില് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ളയാണ് ഫൈസാബാദിൽ നേതൃത്വം നൽകിയത്. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര ഏതാണ്? ആദ്യത്തെ കൃത്രിമ പഞ്ചസാര സാക്കറിനാണ്. സാക്കറിൻ. പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു ഏതാണ്? എഥൈൽ മെർക്യാപ്റ്റനാണ്. എഥൈൽ മെർക്യാപ്റ്റനാണ് പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തു. എഥൈൽ മെർക്യാപ്റ്റൻ. ഐക്യ നാണയ സംഘം ആരംഭിച്ച നവോത്ഥാന നായകൻ ആര്? ഐക്യ നാണയ സംഘം ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ്. വാഗ്ഭടാനന്ദൻ. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. ഉജ്ജിനി തണ്ണീർ തടാകം ഏത് സംസ്ഥാനത്താണ്? ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിലാണ് ഉജ്ജിനി തണ്ണീർ തടാകം സ്ഥിതി ചെയ്യുന്നത്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു? മഞ്ഞ നിറം ടാർട്രസിനാണ്. ടാർട്രസിൻ എന്ത് നിറം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? മഞ്ഞ നിറം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ടാർട്രസിൻ, മഞ്ഞ നിറം. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ചുവപ്പ് നിറം എറിത്രോസിൻ. അപ്പോൾ എറിത്രോസിൻ എന്നത് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് എന്ത് നിറം നൽകുന്നു എന്ന് ചോദിച്ചാൽ ചുവപ്പ് നിറമാണ്. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണ്? സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് TFM ആണ്. ടോട്ടൽ ഫാറ്റി മാറ്റർ. TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ. കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഏത്? കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം ഹൈഡ്രജൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കൽക്കരി ഏത്? ബിറ്റുമിനസ് ആണ്. ബിറ്റുമിനസ്. നിർബാധം പതിക്കുന്ന വസ്തുക്കളുടെ ഭാരം ഡാഷ് ആയിരിക്കും? നിർബാധം, ഫ്രീ ഫോളിലുള്ള ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറയുന്നത് 0 ആയിരിക്കും. 0. ഭൂമിയുടെ പാലായന പ്രവേഗം എത്രയാണ്? ഭൂമിയുടെ പാലായന പ്രവേഗം
11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ആര്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിൽ നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. കോൺവാലിസ് ആണ്. ഭംഗ്ര ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഭംഗ്ര പഞ്ചാബിലെ നൃത്തരൂപമാണ്. പഞ്ചാബ്. 1947 ഓഗസ്റ്റ് 16 ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? 1947 ഓഗസ്റ്റ് 16 ആരായിരുന്നു ഗവർണർ ജനറൽ? മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു. 1936 കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആര്? പട്ടിണി ജാഥ എവിടെ നിന്ന് എവിടേക്ക്? കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക്. ആരാണ്? AK ഗോപാലനാണ്. AK ഗോപാലനാണ് 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ് ആണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ സ്വാധീനിച്ച അങ്കിൾ ടോംസ് ക്യാബിൻ എന്ന കൃതി ആരുടേതാണ്? ഹാരിയറ്റ് ബീച്ചർ സ്റ്റോവ്. അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിങ്ടൺ. അമോണിയ നിർമ്മിക്കുന്ന പ്രക്രിയ ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് ഏതാണ്? അമോണിയയാണ്. മലേറിയ പരത്തുന്നത്? അനോഫിലസ് പെൺകൊതുകുകളാണ് മലേറിയ പരത്തുന്നത്. അനോഫിലസ് പെൺകൊതുകുകൾ. അണുസംഖ്യ 100 മൂലകം ഏത്? അണുസംഖ്യ 100 മൂലകം ഫെർമിയം. അണുസംഖ്യ 100 മൂലകം ഏതാണ്? ഫെർമിയമാണ്. FM. യാചകരുടെ രാജകുമാരൻ എന്നറിയപ്പെട്ടത് മദൻ മോഹൻ മാളവ്യ. ആദ്യമായി ദ്രോണാചാര്യ അവാർഡ് നേടിയതാര്? ദ്രോണാചാര്യ അവാർഡ് OM നമ്പ്യാറാണ്. ആദ്യമായിട്ട് ദ്രോണാചാര്യ അവാർഡ് നേടിയതാരാണ്? OM നമ്പ്യാർ. ആദ്യത്തെ കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം ഏത്? ആദ്യത്തെ കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകം നെപ്റ്റ്യൂണിയമാണ്. ട്രാൻസ് യുറാനിക് മൂലകം. കൃത്രിമമായിട്ട് നിർമ്മിക്കപ്പെട്ട ട്രാൻസ് യുറാനിക് മൂലകമാണ് നെപ്റ്റ്യൂണിയം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ മലയാളി? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ മലയാളിയാണ് ഫാത്തിമ ബീവി. രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം? രാഷ്ട്രപതി 58 ആർട്ടിക്കിൾ 58 രാഷ്ട്രപതിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുവാൻ ആവശ്യമായ യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 58. 1973 ഏത് സംഘടനയാണ് സൈലന്റ് വാലി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിച്ചത്? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്താണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരം വെളുപ്പ് നിറത്തിൽ കാണുന്നതിന് കാരണമായ പ്രതിഭാസം വീക്ഷണ സ്ഥിരത. ഇന്ത്യൻ സാമൂഹ്യ വിപ്ലവത്തിന്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ ആരെയാണ് വിശേഷിപ്പിച്ചത്? ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് ജ്യോതിബ ഫുലെയാണ്. ജ്യോതിബ ഫുലെയെ ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയെന്ന് ചോദിച്ചാൽ ധനഞ്ജയ് കീർ ആണ്. ധനഞ്ജയ് കീർ. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണ ഘടകം ഏത്? ആൻഡമാൻ നിക്കോബാർ ആണ്. പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണ ഘടകം ഏതാണ്? ആൻഡമാൻ നിക്കോബാർ. പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്? പസഫിക് സമുദ്രത്തിന്റെ വിസ്തീർണം 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ദേശീയ വനിതാ കമ്മീഷൻ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ട് ബന്ധിപ്പിക്കുന്നു? ജലപാത 1 അലഹബാദിനെ ഹാൽഡിയയുമായിട്ട് ബന്ധിപ്പിക്കുന്നു.
ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി. അനുച്ഛേദം 63. കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ തിരുവിതാംകൂറിന്റെ ഭാഗമായിരുന്ന ഏതെല്ലാം താലൂക്കുകളാണ് മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്? മദ്രാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിങ്ങനെ 4 താലൂക്കുകളാണ്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഓപ്ഷൻസിൽ മാറ്റി തന്നിട്ട് ചോദിക്കാവുന്നതാണ്, ചോദിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പോൾ ഈ താലൂക്കുകൾ 4 ഓർത്ത് വയ്ക്കുക: തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്നത് പ്രൊജസ്റ്ററോൺ ആണ്. പ്രൊജസ്റ്ററോൺ. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ്? കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3-നാണ്. 1993 ഡിസംബർ 3-നാണ് കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. മതിലുകൾ എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ച വേഷം മതിലുകൾ വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. വൈക്കം മുഹമ്മദ് ബഷീർ. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. വിസരണം. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? വിസരണമാണ്. 1825 സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപം ഏത്? 1825 സത്താറയിൽ ചിറ്റൂർ സിംഗിന്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് റമോസി കലാപം. റമോസി കലാപം. മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം എത്ര ജോഡിയാണ്? മനുഷ്യനിലെ സുഷുമ്ന നാഡികളുടെ എണ്ണം 31 ജോഡിയാണ്. 31 ജോഡി. അമൃതവാണി മാസിക ആരംഭിച്ചത്? അമൃതവാണി മാസിക ആഗമാനന്ദ സ്വാമികളാണ്. അമൃതവാണി മാസിക ആഗമാനന്ദ സ്വാമികൾ. മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കാറ്റ് മേഖല ദൃശ്യമായ ഗ്രഹം ഏതാണ്? മാന്ത്രികന്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമായത് നെപ്റ്റ്യൂണിലാണ്. നെപ്റ്റ്യൂൺ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏതാണ്? കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോയാണ്. അൽനിക്കോ. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം ഏത്? അൽനിക്കോ. ലീഗൽ സർവീസ് അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ലീഗൽ സർവീസ് അതോറിറ്റികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 39A ആണ്. 39A. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ആര്? അഗ്നികന്യ ബീനാദാസ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത? അഗ്നിപുത്രി ടെസി തോമസ് ആണ്. അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ബീനാദാസ്. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ടെസി തോമസ്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലം ഏതാണ്? ഏറ്റവും ദുർബലമായത് ഗുരുത്വാകർഷണ ബലമാണ്. ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ? ജഡത്വ നിയമങ്ങൾ ആവിഷ്കരിച്ചത് ഗലീലിയോ ഗലീലി ആണ്. ഗലീലിയോ ഗലീലി. ചലനത്തെക്കുറിച്ചുള്ള പഠനം? ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ്. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം? ആപേക്ഷിക ആർദ്രത ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്റർ. ആപേക്ഷിക ആർദ്രത അളക്കുന്നതിനുള്ള ഉപകരണം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം? സ്പ്രിംഗ് ബാലൻസ് ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? ജലത്തിന്റെ വിശിഷ്ട താപധാരിത 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ദേശീയ ഊർജ സംരക്ഷണ ദിനം? ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. ഡിസംബർ 14 ദേശീയ ഊർജ സംരക്ഷണ ദിനം. നിർവൃതി പഞ്ചകം രചിച്ചത്? നിർവൃതി പഞ്ചകം എന്ന കൃതി ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിട്ട് 1913 ആരംഭിച്ചത്? സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമായിട്ട് 1913 ആരംഭിച്ചത് ഏതാണ്? സാധുജന പരിപാലിനിയാണ്. സാധുജന പരിപാലിനി. ഏത് ഭാഷയിലാണ് ശ്രീനാരായണ ഗുരു ആത്മോപദേശ ശതകം രചിച്ചത്?
ആത്മോപദേശ ശതകം ആരുടെ കൃതിയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ കൃതിയാണ്. ഏത് ഭാഷയിലാണ് രചിച്ചത്? മലയാളത്തിലാണ്. ലോകത്തിലെ ആദ്യത്തെ ഒഴുകുന്ന ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ഒഴുകുന്ന ATM സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഏത്? ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ടത് ഋഗ്വേദമാണ്. യുനെസ്കോയുടെ ഓർമ്മ പുസ്തകത്തിൽ ഇന്ത്യയിൽ നിന്ന് ആദ്യം ഉൾപ്പെടുത്തപ്പെട്ട രേഖ ഏത്? ഋഗ്വേദം. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? കല്ലുമാല സമരം അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നയിച്ചത് അയ്യങ്കാളി. ആരുടെ ജന്മദിനമാണ് കേരള സർക്കാർ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. ജന്മദിനം ഓഗസ്റ്റ് 25. ഓഗസ്റ്റ് 25 ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദിനമാണ്. അദ്വൈത ചിന്താ പദ്ധതി രചിച്ചത്? അദ്വൈത ചിന്താ പദ്ധതി എന്ന കൃതി ചട്ടമ്പി സ്വാമികളാണ്. ഇന്ത്യയിൽ 1 രൂപയുടെ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ. 1 രൂപ നോട്ടിൽ ഒപ്പിടുന്നത് ആരാണ്? ഫിനാൻസ് സെക്രട്ടറി ആണ്. ഫിനാൻസ് സെക്രട്ടറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ മുംബൈ ആണ്. മുംബൈ. മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രകൃതി പ്രതിഭാസങ്ങൾ താഴെ പറയുന്ന ഏത് അന്തരീക്ഷ പാളിയിലാണ് ഉണ്ടാകുന്നത്? മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയവ ഉണ്ടാകുന്നത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? ട്രോപ്പോസ്ഫിയറിലാണ്. ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് ദൃശ്യമാകുന്ന വർണ്ണക്കാഴ്ചയാണ് ധ്രുവദീപ്തി. ഈ പ്രതിഭാസം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് കാണപ്പെടുന്നത്? ധ്രുവദീപ്തി കാണപ്പെടുന്നത് തെർമോസ്ഫിയറിലാണ്. തെർമോസ്ഫിയർ. ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രികാലത്ത് കാണപ്പെടുന്ന വർണ്ണക്കാഴ്ചയാണ് ധ്രുവദീപ്തി എന്നത്. ഈ പ്രതിഭാസം തെർമോസ്ഫിയറിലാണ് കാണപ്പെടുന്നത്. തെർമോസ്ഫിയർ. നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യയാണ്. സർവേ ഓഫ് ഇന്ത്യ. ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ? അറബിക്കടൽ ഏത് സമുദ്രത്തിന്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ. പ്രധാനപ്പെട്ട സൈദ് വിളകൾ ഏതെല്ലാമാണ്? സൈദ് വിളകൾ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമാണ് പ്രധാനപ്പെട്ട സൈദ് വിളകൾ. പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ എന്നിവ ഏത് വിഭാഗത്തിലാണ് വരുന്നത്? സൈദ് വിളകളാണ്. ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതൻ. ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ചു നൽകിയത് ആരാണ്? മാത്യൂസ് ആണ്. മാത്യൂസ് എന്ന കാർമലൈറ്റ് പുരോഹിതനാണ് ചിത്രങ്ങൾ വരച്ചത്. മാത്യൂസ്. ഒബ്ര താപനിലയം ഏത് സംസ്ഥാനത്താണ്? ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഒബ്ര താപനിലയം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനം? ഉത്തർപ്രദേശ്. പമ്പ കക്കി പദ്ധതി എന്ന പേരിലും അറിയപ്പെടുന്ന ജലവൈദ്യുത പദ്ധതി ഏത്? പമ്പ കക്കി പദ്ധതി ശബരിഗിരി പദ്ധതിയാണ്. ശബരിഗിരി പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏത് എന്ന് ചോദിച്ചാൽ പമ്പ കക്കി പദ്ധതി. പമ്പ കക്കി പദ്ധതിയാണ് ശബരിഗിരി പദ്ധതി. ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാര്? അരവിന്ദ ഘോഷാണ്. അരവിന്ദ ഘോഷ്. തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? തേയില കൃഷിക്ക് ഏറ്റവും അനുയോജ്യം പർവ്വത മണ്ണാണ്. പർവ്വത മണ്ണ്. കാർബൺ ആറ്റത്തിന്റെ സംയോജകത എത്രയാണ്? കാർബൺ ആറ്റത്തിന്റെ സംയോജകത 4 കാർബൺ ആറ്റത്തിന്റെ സംയോജകത 4. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? സിനിമയുടെ പേര് ആൾക്കൂട്ടത്തിൽ തനിയെ. ഇപ്പൊ MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ്? സ്വർഗം തുറക്കുന്ന സമയം. സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം. ഭൂമിയുടെ അന്തരീക്ഷത്തെ പിടിച്ചു നിർത്തുന്നത് ഗുരുത്വാകർഷണ ബലമാണ്. ഗുരുത്വാകർഷണ ബലം. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആര്? ബിന്ദു. പെയിന്റിങ്ങിന്റെ പേര് ബിന്ദു. വരച്ചത് SH റാസയാണ്. SH റാസ. ദിബ്രു സൈഗോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ദിബ്രു സൈഗോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. ഡെങ്കൽ ഡ്രാഫ്റ്റ് എന്ന പദം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഡെങ്കൽ ഡ്രാഫ്റ്റ് ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഡെങ്കൽ ഡ്രാഫ്റ്റ് ലോക വ്യാപാര സംഘടന. ഈശ്വര ചിന്തയിൽ ഇതൊന്നേ മനുജനു ശാശ്വതമീ ഉലകിൽ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം രചിച്ചത് ആരാണ്?
തിരുനയനാർ കുറിച്ചി മാധവൻ നായരാണ്. ഈശ്വര ചിന്തയിൽ ഒന്നേ മനുജന് ശാശ്വതം ഈ ഉലകിൽ എന്ന പ്രസിദ്ധമായ ചലച്ചിത്ര ഗാനം രചിച്ചത് ആര്? തിരുനയനാർ കുറിച്ചി മാധവൻ നായരാണ്. ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഡെക്സ്ട്രോകാർഡിയ. ഖരാവസ്ഥയിലുള്ള ഹാലോജൻ അയഡിൻ ആണ്. നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്നറിയപ്പെടുന്നത് മാനവികതാവാദമാണ് നവോത്ഥാനത്തിന്റെ ഹൃദയവും ആത്മാവും എന്ന് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏതായിരുന്നു? വിഭജനവും അഭയാർത്ഥി പ്രവാഹവുമായിരുന്നു സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി. വ്യക്തമായിട്ട് വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ ഏതാണ്? ഇൻഫ്രാറെഡ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം കരളാണ്. കരളിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ഏതാണ്? ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ് ആണ്. ക്ലോമപിധാനം അഥവാ എപ്പിഗ്ലോട്ടീസ് ആണ് ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്നത്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജ്ജം ഏത്? സൗരോർജ്ജമാണ്. മലയാളത്തിൽ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരിയിൽ നിന്നുമാണ്. മലയാളത്തിൽ ആദ്യത്തെ പത്രം ഏത് എന്ന് ചോദിച്ചാൽ രാജ്യസമാചാരമാണ്. എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തലശ്ശേരിയിൽ നിന്നുമാണ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ് ആണ്. മാലിയസ്. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത് സെറിബെല്ലം ആണ്. ഏത് രോഗത്തിന്റെ നിർണയത്തിനാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് നടത്തുന്നത്? എയ്ഡ്സ് രോഗനിർണയത്തിനാണ്. എക്സിമ എന്ന രോഗം ശരീരത്തിന്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എക്സിമ ബാധിക്കുന്നത് ത്വക്കിനെയാണ്. മുസ്ലിം ഐക്യസംഘം സ്ഥാപിച്ചത് വക്കം മൗലവി. മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? മരിച്ചു കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ കൈകാലുകൾക്ക് ബലം വയ്ക്കുന്ന അവസ്ഥയാണ് റിഗർ മോർട്ടിസ് എന്നത്. മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം എത്രയാണ്? മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg ആണ്. 120/80. രക്തചംക്രമണം കണ്ടെത്തിയത് ആര്? വില്യം ഹാർവി. ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില എത്രയാണ്? 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. 4 ഡിഗ്രി സെൽഷ്യസ്. രക്തത്തിന്റെ pH മൂല്യം എത്രയാണ്? രക്തത്തിന്റെ pH മൂല്യം 7.4 ആണ്. 7.4. KIIFB എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്നാണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ആര്? ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാബായ് നവറോജിയാണ്. GST കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. ദേശീയ സദ്ഭാവന ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 20 ദേശീയ സദ്ഭാവന ദിനം. ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ഉറി ഡാം സ്ഥിതി ചെയ്യുന്നത് ജലം നദി. ഇന്ത്യയുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകിയത് ആരാണ്? ക്യാപ്റ്റൻ രാംസിംഗ് ഠാക്കൂർ ആണ്. 1965 ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഫലമായി 1966 ജനുവരി 10 ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പുവെച്ച കരാർ ഏത്? താഷ്കന്റ്
തഷ്കൻ കരാർ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് തഷ്കൻ കരാറിൽ ഒപ്പുവെച്ചത്. ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം. ദേശീയ വിദ്യാഭ്യാസ നയം 1986 1986. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ച സാമൂഹിക പ്രവർത്തക. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് മേധാ പട്കർ ആണ്. പീപ്പിൾസ് പൊളിറ്റിക്കൽ ഫ്രണ്ട് എന്ന രാഷ്ട്രീയ പാർട്ടി സ്ഥാപിച്ചത് മേധാ പട്കർ. വിവരാവകാശ നിയമം പാസ്സാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏത്? വിവരാവകാശ നിയമം ആദ്യമായിട്ട് പാസ്സാക്കിയത് തമിഴ്നാടാണ്. തമിഴ്നാട്. ഇന്ത്യയിലെ ഏറ്റവും അധികം കാണപ്പെടുന്ന കൽക്കരി ഇനം ബിറ്റുമിനസ്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്ഗെ. പാണ്ഡുരംഗ ഹെഡ്ഗെ. വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ദേശീയോദ്യാനം ഏതാണ്? സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത് സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലാണ്. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലി ദേശീയോദ്യാനം. റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? റബ്ബർ പാൽ ഘനീഭവിക്കാൻ ഉപയോഗിക്കുന്നത് ഫോമിക് ആസിഡ് ആണ്. ഫോമിക് ആസിഡ്. IT ആക്ട് നിലവിൽ വന്ന വർഷം. IT ആക്ട് 2000 2000 ഒക്ടോബർ 17 IT ആക്ട് നിലവിൽ വന്നത്. 2000 ഒക്ടോബർ 17. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ച ഇന്ത്യയിലെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ആദ്യം ഇടം പിടിച്ചത് നീലഗിരിയാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. കൊല്ലത്തെ തമിഴ്നാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ചുരം ആര്യങ്കാവ് ചുരം. ഏത് നദീതീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്? മാരാമൺ കൺവെൻഷൻ പമ്പ നദീതീരത്താണ്. ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? താലൂക്ക് റാന്നി താലൂക്കാണ്. റാന്നി താലൂക്കിലാണ് ശബരിമല സ്ഥിതി ചെയ്യുന്നത്. റാന്നി. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പുന്നപ്ര വയലാർ സമരം. തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ടു കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വേമ്പനാട്ടു കായൽ. പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? പ്രസിഡന്റ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായലിലാണ്. അഷ്ടമുടി കായൽ. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏത്? വൈഗ അണക്കെട്ടാണ്. വൈഗ അണക്കെട്ട്. കൊച്ചിൻ സാഗ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്. കൊച്ചിൻ സാഗ റോബർട്ട് ബ്രിസ്റ്റോ. റോബർട്ട് ബ്രിസ്റ്റോ. ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല ഏത്? ഏറ്റവും കൂടുതൽ ദേശീയ പാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ല എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ല. പെരുമ്പടപ്പ് സ്വരൂപം എന്നറിയപ്പെട്ടിരുന്ന രാജവംശം. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി രാജവംശമാണ്. കൊച്ചി രാജവംശം. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഡോക്ടർ മൻമോഹൻ സിംഗ്. കൊച്ചി നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനമാണ്. മംഗളവനം. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആസ്ഥാനം കളമശ്ശേരിയാണ്. കളമശ്ശേരി. അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് പുഴയിലാണ്? ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴ. പ്രസിദ്ധമായ തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരി ആര്? തൃശൂർ പൂരം തുടങ്ങിയത് ശക്തൻ തമ്പുരാനാണ്. പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രം ഏത്? കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് വിശ്വനാഥ ക്ഷേത്രത്തിലാണ്. വിശ്വനാഥ ക്ഷേത്രം. ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്ന സ്ഥലം പൊന്നാനിയാണ്. പൊന്നാനി. കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറം. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാർ. കരിപ്പൂർ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന ജില്ല മലപ്പുറമാണ്. മലപ്പുറം. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആസ്ഥാനം ജനീവയാണ്. ജനീവ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന, ഏറ്റവും കൂടിയ അളവിൽ അടങ്ങിയിരിക്കുന്ന സംയുക്തം ഏത്? ജലമാണ്. ജലം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽഷ്യമാണ്.
മനുഷ്യനേത്രത്തിൽ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോശങ്ങൾക്ക് പറയുന്ന പേര്. നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്നത് കോൺ കോശങ്ങളാണ്. കോൺ കോശങ്ങൾ. മനുഷ്യനേത്രത്തിൽ പ്രതിബിംബം ഉണ്ടാകുന്നത് എവിടെയാണ്? പ്രതിബിംബം ഉണ്ടാകുന്നത് റെറ്റീനയിലാണ്. റെറ്റീന. മദ്രാസ് നഗരത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് ഡേ ആണ്. മദ്രാസ് നഗരത്തിന്റെ സ്ഥാപകൻ ഫ്രാൻസിസ് ഡേ. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ ഇരുവശങ്ങളും തമ്മിലുള്ള വ്യത്യാസം 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത അരുണ ആസഫ് അലിയാണ്. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം നേടിയ ആദ്യ വനിത അരുണ ആസഫ് അലി. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവലായ ഇന്ദുലേഖ ഒ ചന്തുമേനോൻ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? AD 1889. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഏതാണ്? ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ ഒ ചന്തുമേനോൻ പ്രസിദ്ധപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? AD 1889. മലയാളത്തിലെ ആദ്യത്തെ വിലാപകാവ്യം ഏത്? വിലാപകാവ്യം ഒരു വിലാപമാണ്. ആരുടേതാണ്? CS സുബ്രഹ്മണ്യൻ പോറ്റി. CS സുബ്രഹ്മണ്യൻ പോറ്റി. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ഏതാണ്? ബാലനാണ്. മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ സിനിമ ബാലൻ. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയ വർഷം 1969. മദ്രാസ് സംസ്ഥാനത്തിന്റെ പേര് തമിഴ്നാട് എന്നാക്കി മാറ്റിയത് 1969. അപ്പുക്കിളി എന്ന കഥാപാത്രം ഏത് നോവലിലാണ്? അപ്പുക്കിളി ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ് അപ്പുക്കിളി. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഗാന്ധിജിയാണ്. അയ്യങ്കാളിയെ പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. 5 നദികളുടെ നാട് എന്നറിയപ്പെടുന്നത് പഞ്ചാബ്. 5 തെങ്ങിൽ കോട്ട നിർമ്മിക്കാൻ ആറ്റിങ്ങൽ റാണി ഇംഗ്ലീഷുകാരെ അനുവദിച്ചത് ഏത് വർഷത്തിലാണ്? AD 1684. 1684. 5 തെങ്ങ് കോട്ട നിർമ്മിച്ചതാര്? ബ്രിട്ടീഷുകാരാണ്. 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് 5 തരം റിട്ടുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ആർട്ടിക്കിൾ 32. അൺഹാപ്പി ഇന്ത്യ ആരാണ് രചിച്ചത്? ലാലാ ലജ്പത് റായ് ആണ്. അൺഹാപ്പി ഇന്ത്യ. അൺടച്ചബിൾ ആരുടേതാണ്? മുൽക്ക് രാജ് ആനന്ദ്. അൺടച്ചബിൾ എന്ന നോവൽ എഴുതിയത് മുൽക്ക് രാജ് ആനന്ദ്. മലയാളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നായിക റോസി. ഏത് ചിത്രത്തിലാണ് ആദ്യമായിട്ട് അഭിനയിച്ചത്? വിഗത കുമാരൻ. റോസി. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ അവസരം ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമരം. 1510 ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുക്കാൻ അൽ ബുക്കർക്കിനെ സഹായിച്ച പ്രാദേശിക നേതാവ് തിമ്മയ്യയാണ്. തിമ്മയ്യ. 1611 ഇംഗ്ലീഷുകാർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം 1611 മസൂലിപ്പട്ടണമാണ്. മസൂലിപ്പട്ടണം. ഇപ്പോൾ പ്രചാരത്തിലുള്ള പീരിയോഡിക് ടേബിളിൽ എത്ര മൂലകങ്ങളാണ് വിന്യസിച്ചിരിക്കുന്നത്? 118 മൂലകങ്ങളാണ്. 118. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? അയോഡിൻ 131 ആണ്. അയോഡിൻ 131. ഏതു പരീക്ഷണത്തിലൂടെയാണ് റോബർട്ട് മില്ലിഗൺ ഇലക്ട്രോൺ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്? ഓയിൽ ഡ്രോപ്പ് പരീക്ഷണത്തിലൂടെയാണ്. ആരാണ്? റോബർട്ട് മില്ലിഗൺ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൂല്യം കണ്ടുപിടിച്ചത്. ഓയിൽ ഡ്രോപ്പ് പരീക്ഷണം. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്ന അവയവം വൃക്കയാണ്. മനുഷ്യ ശരീരത്തിന്റെ pH മൂല്യം ക്രമീകരിക്കുന്നത് വൃക്ക. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് ഉദ്ഘോഷിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികൾ. ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ 14. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിന്റെ നേതാവ് വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. 1799 ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ പോളിഗാർ യുദ്ധത്തിന്റെ നേതാവ് ആരാണ്? വീരപാണ്ഡ്യ കട്ടബൊമ്മനാണ്.
1931 മാർച്ച് 23 രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിനൊപ്പം തൂക്കിലേറ്റപ്പെട്ടത് ആരൊക്കെയാണ്? രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരാണ് 1931 മാർച്ച് 23. തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരാഹാര സത്യാഗ്രഹം നടത്തിയത് പോട്ടി ശ്രീരാമലു ആണ്. പോട്ടി ശ്രീരാമലു. ഭാരത സർക്കാർ സിനിമയെ വ്യവസായമായിട്ട് അംഗീകരിച്ച വർഷം 2001 ആണ്. 2001. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ എഴുതിയത് ആര്? മാർത്താണ്ഡവർമ്മ CV രാമൻ പിള്ളയാണ്. CV രാമൻ പിള്ള. ഫെൽസ്പാർ എന്തിൻ്റെ അയിരാണ്? ഫെൽസ്പാർ എന്നത് പൊട്ടാസ്യത്തിൻ്റെ അയിരാണ്. പൊട്ടാസ്യത്തിൻ്റെ അയിരാണ് ഫെൽസ്പാർ. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആര്? എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് K. സച്ചിദാനന്ദനാണ്. K. സച്ചിദാനന്ദൻ. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം ഏത്? ഒരുമ. ബില്ലിംഗ് സോഫ്റ്റ്വെയറിൻ്റെ പേര് ഒരുമ. ഉപയോഗിക്കുന്നത് KSEB ആണ്. KSEB. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത് R.P. ദത്ത് ആണ്. R.P. ദത്ത്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937. 1937. നിയമസഭ പിരിച്ചുവിടാൻ ആർക്കാണ് അധികാരമുള്ളത്? നിയമസഭ ഗവർണർക്കാണ്. ഗവർണർ. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ ഉപാധ്യക്ഷനാരായിരുന്നു? ഗുൽസാരിലാൽ നന്ദ. ഒരേ തരത്തിൽ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന ഭൂപടത്തിലെ സാങ്കല്പിക രേഖകളാണ് ഐസോഹെയ്റ്റ്സ്. ഐസോഹെയ്റ്റ്സ്. കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇടപ്പള്ളിയിലാണ്. ഇടപ്പള്ളി. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് കോലാട്ടം? തമിഴ്നാട്ടിലേതാണ്. തമിഴ്നാട്ടിലെ നൃത്തരൂപമാണ് കോലാട്ടം. ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായി കാണപ്പെടുന്ന വാതകം ഏത്? ഭൗമാന്തരീക്ഷത്തിൽ ഏറ്റവും അപൂർവമായിട്ട് കാണപ്പെടുന്നത് റാഡോൺ ആണ്. റാഡോൺ. തിരുവിതാംകൂറിൽ ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത്? ശ്രീമതി. അന്നാച്ചാണ്ടിയാണ്. ശ്രീമതി എന്ന മാസിക ആരംഭിച്ചത് അന്നാച്ചാണ്ടി. ഡിസംബർ 10 ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. ഡിസംബർ 10. ശ്രേഷ്ഠ ഭാഷ പദവി ലഭിക്കുന്ന എത്രാമത്തെ ഭാഷയാണ്? മലയാളം. 5ാമത്തെ ഭാഷയാണ്. നിലവിൽ 11 ശ്രേഷ്ഠ ഭാഷകളാണ് ഉള്ളത്. ആസൂത്രണ കമ്മീഷൻ അംഗമായ ആദ്യ വനിത? ദുർഗാബായ് ദേശ്മുഖ്. അവസാനത്തെ ചോദ്യം, പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നാണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.